ക്ഷമ ബൈബിൾ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 6 ബൈബിൾ ക്വിസ്. ദെബോരയുടെ കാലത്തിന് ശേഷം ഇസ്രായേൽ മക്കൾ പിന്നെയും എന്തു പ്രവൃത്തി ചെയ്തു? യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ദെബോരയുടെ കാലത്തിന് ശേഷം യഹോവ ഇസ്രായേൽ മക്കളെ 7 സംവത്സരം ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു? മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്യരെ ഭയന്ന് ഇസ്രായേൽ മക്കൾ ശരണമാക്കിയത് എവിടെയാണ്? പർവ്വതങ്ങളിലെ ഗഹ്വരങ്ങളും ഗുഹകളും ദുർഗങ്ങളും. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ ആര് അവരുടെ നേരെ വരും? മിദ്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാരും. മിദ്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാരും ഇസ്രായേൽ ദേശത്തോട് എന്തു ചെയ്തു? അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. മിദ്യാന്യർ ഇസ്രായേലിന് എന്ത് ശേഷിപ്പിക്കയില്ല? ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കയില്ല. മിദ്യാന്യർ ഇസ്രായേലിന് നേരെ എങ്ങനെയാണ് വരുന്നത്? അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും. മിദ്യാന്യരുടെയും അവരുടെ ഒട്ടകങ്ങളുടെയും എണ്ണം എത്രയായിരുന്നു? അസംഖ്യം. മിദ്യാന്യരാൽ ഇസ്രായേല്യർക്ക് എന്ത് സംഭവിച്ചു? ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം ആരോട് നിലവിളിച്ചു? യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ആരെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു? ഒരു പ്രവാചകനെ. മിസ്രയീമുമായി ബന്ധപ്പെട്ട് യഹോവ ഇസ്രായേലിന് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നാണ് പ്രവാചകനാൽ യഹോവ അരുളി ചെയ്തത്? മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും വിടുവിച്ചു, പീഡിപ്പിച്ചവരെ അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, ദേശം അവർക്ക് തന്നു. എന്ത് ചെയ്യരുതെന്ന് യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചതായി പ്രവാചകൻ പറഞ്ഞു? നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമ്മോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത്. യഹോവയുടെ ഒരു ദൂതൻ ഒഫ്രയിൽ വന്ന് എവിടെയിരുന്നു? അബിയേസ്യനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. ഗിദെയോന്റെ പിതാവ് ആരായിരുന്നു? യോവാശ്. ഗിദെയോൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിച്ചത് എന്തുകൊണ്ട്?
മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന്. മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് ഗിദെയോൻ മുന്തിരിച്ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിച്ചപ്പോൾ അവന് ആരാണ് പ്രത്യക്ഷനായത്? യഹോവയുടെ ദൂതൻ. യഹോവയുടെ ദൂതൻ ഗിദെയോനെ എങ്ങനെ അഭിസംബോധന ചെയ്തു? അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് യഹോവയുടെ ദൂതൻ ഗിദെയോനോട് പറഞ്ഞതിന് മറുപടിയായി ഗിദെയോൻ എന്ത് 2 ചോദ്യങ്ങൾ യഹോവയുടെ ദൂതനോട് ചോദിക്കുന്നു? യഹോവ നമ്മോടുകൂടെ ഉണ്ട് എങ്കിൽ ഇതൊക്കെ നമുക്ക് ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്നും നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങൾ ഒക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഇതെല്ലാം ഭവിച്ചത് എന്തുകൊണ്ടാണെന്ന് ഗിദെയോൻ ചോദിച്ചപ്പോൾ യഹോവ ഗിദെയോനെ നോക്കി അവനോട് എന്താണ് പറഞ്ഞത്? നിന്റെ ഈ ബലത്തോടെ പോക, നീ ഇസ്രയേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. തന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നതിന് യഹോവ ഗിദെയോന് എന്ത് ഉറപ്പാണ് നൽകിയത്? ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ആ നിയോഗം സ്വീകരിക്കാൻ കഴിയാത്തതിന് ഗിദെയോൻ നൽകുന്ന 2 കാരണങ്ങൾ എന്തൊക്കെയാണ്? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും ആകുന്നു. തന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനും എന്ന് പറഞ്ഞ ഗിദെയോന് താൻ എന്ത് ചെയ്യുമെന്ന് കർത്താവ് ഉറപ്പു നൽകി. ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. സംസാരിക്കുന്നത് ദൂതൻ തന്നെ എന്ന് തെളിയിക്കാൻ ഗിദെയോൻ ദൂതനിൽ നിന്ന് എന്താണ് ആഗ്രഹിച്ചത്? ഒരു അടയാളം. ഗിദെയോൻ പോയി വഴിപാട് കൊണ്ടുവന്ന് യഹോവയുടെ മുമ്പാകെ വെക്കുവോളം എന്ത് ചെയ്യരുതെന്ന് യഹോവയോട് ആവശ്യപ്പെട്ടു. ഗിദെയോൻ പോയി വഴിപാട് കൊണ്ടുവന്ന് യഹോവയുടെ മുമ്പാകെ വെക്കുവോളം പോകരുത്. യഹോവയുടെ ദൂതന് നൽകാൻ ഗിദെയോൻ എന്താണ് ഒരുക്കിയത്? ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും. ഗിദെയോൻ താൻ തയ്യാറാക്കിയ മാംസം എവിടെ വെച്ചു? ഒരു കൊട്ടയിൽ വെച്ചു. ഗിദെയോൻ താൻ തയ്യാറാക്കിയ ചാറ് എവിടെ പകർന്നു? ഒരു കിണ്ണത്തിൽ പകർന്നു. ഗിദെയോൻ ചെന്ന് ഒരു കോലാട്ടിൻകുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് എന്ത് ചെയ്തു? കരുവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് യഹോവയുടെ മുൻപിൽ വെച്ചു. മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് എവിടെ വയ്ക്കാൻ ദൈവത്തിന്റെ ദൂതൻ ഗിദെയോനോട് ആവശ്യപ്പെട്ടു? പാറമേൽ. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചു? പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ എന്ത് സംഭവിക്കുമെന്ന്
ഭയപ്പെട്ടു. ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ യഹോവ അരുളി ചെയ്തതെന്ത്? നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ഒഫ്രയിൽ താൻ പണിത ബലിപീഠത്തിന് ഗിദെയോൻ എന്ത് പേരിട്ടു? യഹോവ ശലോം. യാഗപീഠം പണിത അന്ന് രാത്രി യഹോവ ഗിദെയോനോട് കൽപ്പിച്ചത് എന്താണ്? നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക. നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് തന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠത്തിന് എന്ത് ചെയ്യാനാണ് അന്ന് രാത്രി യഹോവ ഗിദെയോനോട് കൽപ്പിച്ചത്? നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ചു കളക. യഹോവ ഗിദെയോനോട് തന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേരയോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. എവിടെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിയുക എന്നാണ് യഹോവയുടെ ദൂതൻ ഗിദെയോനോട് പറഞ്ഞത്? ആ ദുർഗത്തിന് മുകളിൽ. ഗിദെയോൻ വെട്ടിക്കളഞ്ഞ് അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് എന്തിന് ഹോമയാഗം കഴിക്ക എന്നാണ് യഹോവ ഗിദെയോനോട് കൽപ്പിച്ചത്? അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ. ഗിദെയോൻ തന്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ പറഞ്ഞതുപോലെയൊക്കെയും ചെയ്തതപ്പോൾ? രാത്രിയിൽ. ഗിദെയോൻ തന്റെ വേലക്കാരെ കൂട്ടി ബാലിൻ ബലിപീഠം രാത്രിയിൽ ഇടിച്ചു കളഞ്ഞത് എന്തുകൊണ്ട്? തന്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട്. നഗരവാസികൾ അതിരാവിലെ എഴുന്നേറ്റപ്പോൾ എന്ത് 3 കാര്യങ്ങൾ കണ്ടു? ബാലിന്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തെങ്കിൽ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു. പട്ടണക്കാർ യോവാശിനോട് എന്തു പറഞ്ഞു? നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം, അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. ബാലൊരു ദൈവമെങ്കിൽ തന്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് ആർ തന്നെ തന്റെ കാര്യം വ്യവഹരിക്കട്ടെ എന്നാണ് യോവാശ് തന്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്. ബാൽ തന്നെ കാര്യം വ്യവഹരിക്കട്ടെ. ഗിദെയോന് യെരുബ്ബാൽ എന്ന് പേരിട്ടത് എന്തുകൊണ്ട്? ഗിദെയോൻ ബാലിന്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ അവന്റെ നേരെ വ്യവഹരിക്കട്ടെ എന്നർത്ഥമുള്ള യെരുബ്ബാൽ എന്ന് പേരിട്ടു. മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഇസ്രയേലിനെതിരെ എവിടെയാണ് പാളയമിറങ്ങിയത്? ഇസ്രയേൽ താഴ്വരയിൽ. മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാർ എല്ലാവരും ഇസ്രയേലിനെതിരെ പാളയമിറങ്ങിയപ്പോൾ യഹോവയുടെ ആത്മാവ് ആരുടെ മേൽ ആവസിച്ചു? ഗിദെയോന്റെ മേൽ. ആത്മാവ് ഗിദെയോന്റെ മേൽ ആവസിച്ചപ്പോൾ അവൻ കാഹളം ഊതി ആരെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി?
അബിയെസെര്. ഗിദെയോൻ ഏതെല്ലാം ഗോത്രങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു വിളിച്ചുകൂട്ടി? മനശ്ശെ, ആശേർ, സെബൂലൂൻ, നഫ്താലി. ഗിദെയോൻ യഹോവയോട് രണ്ടാമതൊരു അടയാളം ആവശ്യപ്പെട്ടപ്പോൾ ഏത് വസ്തുവാണ് ഉപയോഗിച്ചത്? രോമമുള്ള ഒരു ആട്ടിൻതോൽ. രോമമുള്ള ആട്ടിൻതോൽ കളത്തിൽ നിവർത്തിയിടുമ്പോൾ എന്ത് സംഭവിച്ചാൽ യഹോവ അരുളിച്ചെയ്തതുപോലെ ഇസ്രായേലിനെ എന്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുന്നുവെന്നാണ് ഗിദെയോൻ യഹോവയോട് പറഞ്ഞത്. മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ. പിറ്റേന്ന് ആദ്യകാലത്ത് എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞ് മഞ്ഞുവെള്ളം എത്ര നിറച്ചെടുത്തു? ഒരു കിണ്ടി നിറച്ചെടുത്തു. തോൽ കൊണ്ട് ഒരു പരീക്ഷ കൂടെ കഴിച്ചപ്പോൾ എന്ത് സംഭവിക്കാനാണ് ഗിദെയോൻ ആഗ്രഹിച്ചത്? തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞും ഇരിക്കണം. അന്ന് രാത്രി ദൈവം അങ്ങനെ ചെയ്തു. എങ്ങനെ ചെയ്തു? തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.